നമസ്കാരം. 1000 നാമങ്ങൾ 1000 കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭഗവാന്റെ 11ാമത് തിരുനാമം പരമാത്മനെ നമ എന്ന നാമത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാക്ഷാൽ നാരദ മഹർഷി ഒരിക്കല് ബദരീകാശ്രമത്തില് ധ്യാനത്തിലിരിക്കുന്ന ഭഗവാന്റെ രൂപം ബദരി നാരായണനായിരിക്കുന്ന ഭഗവാനെ സന്ദർശിച്ചു. ആ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചു, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? എല്ലാവരും ഭഗവാനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ അങ്ങ് ധ്യാനിക്കുന്ന ആ ഒരു ചൈതന്യം ഏതാണ്? അതിനെ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പോ നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, അങ്ങ് സപ്തദ്വീപങ്ങളും സപ്തസമുദ്രങ്ങളും ലോകാലോക പർവ്വതത്തെ ഒക്കെ താണ്ടി ശ്വേതദ്വീപിലേക്ക് എത്തിച്ചേരുക. ആ ശ്വേതദ്വീപിലേക്ക് എത്തിച്ചേർന്ന് അവിടെയുള്ള സജ്ജനങ്ങളോട് ചോദിക്കുക, അവരാരെയാണ് ധ്യാനിക്കുന്നത്? ആ ധ്യാനിക്കുന്ന ആളെ തന്നെയാണ് ഞാനും ധ്യാനിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ നിർദ്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് നാരദൻ എത്തിച്ചേർന്നു ശ്വേതദ്വീപിൽ. അവിടെയുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ധ്യാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, ബദരികാശ്രമത്തിലുള്ള ബദരീ നാരായണനെയാണ് അവർ ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചെത്തിയതാണ് പ്രഭോ, അങ്ങ് ഇപ്പോഴും പറഞ്ഞില്ല അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന്. ഭഗവാൻ പറഞ്ഞു, അവർ പറഞ്ഞ മറുപടി അങ്ങക്ക് ബോധ്യമായില്ലേ? അതായത് എല്ലാവരും ബദരീനാരായണനായിരിക്കുന്ന ഈ സ്വരൂപത്തെ ധ്യാനിക്കുന്നെങ്കിൽ ഞാനും ആ സ്വരൂപത്തെ തന്നെയാണ് ധ്യാനിക്കുന്നത്. ആത്മാവിനും പരമമായിരിക്കുന്ന ആ വസ്തുവിനെ പരമാത്മനെ നമ. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്വരാട് എന്ന് സൂചിപ്പിക്കുന്നത്. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയല്ലേ, സ്വരാട് എന്ന ശബ്ദത്തിലാണ്. ഈ ഒരു കഥയെ മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ എല്ലാവരുടെയും ഉള്ളിലെ അന്തസത്തയായിരിക്കുന്ന ആ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെയാണ് സാക്ഷാൽ ഭഗവാനും ധ്യാനിക്കുന്നത്. ഭഗവാന്റെ ഒരു ദിവസത്തെ ചര്യകളെ ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നു. അവിടെ ഭഗവാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് തൻ്റെ സ്വരൂപത്തെ തന്നെ ധ്യാനിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് പരമാത്മനെ നമ. ഈ പരമാത്മനെ നമ നിത്യവും ധ്യാനിക്കുന്നവർക്ക്, ജപിക്കുന്നവർക്ക്, ഈ പരമാത്മനെ നമ എന്ന നാമം നിത്യവും ജപിക്കുന്നവർക്ക് മനസ്സിലെ സംഘർഷണങ്ങളെ ഒക്കെ മാറ്റിക്കൊണ്ട് മനസ്സിനൊരു ഉണർവും ഒരു ആത്മസന്തോഷത്തെയും തരാൻ ഈ നാമത്തിന് സാധിക്കും. അതുകൊണ്ട് ഭഗവാന്റെ 11ാമത്തെ തിരുനാമം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരയേ നമ. കട്ട് ചെയ്യാതി